വിശുട്ടാ, വിശുട്ടാ. നീ വിഷമിക്കാതിരിക്കെ. ഒരു 11 മണി കഴിയുമ്പോ ഞാൻ മുറിയിലേക്ക് വന്നേക്കാം. അയ്യോ, മുത്തശ്ശി എങ്ങാനും കണ്ട? മുത്തശ്ശി കാണാതെ ഞാൻ വന്നോളാം. എനിക്ക് പേടിയൊന്നു. പേടിക്കാനൊന്നുമില്ല. മുത്തശ്ശിയും ഗുരുക്കളും ഉറങ്ങി കഴിഞ്ഞതിന് ശേഷം മാനേജ് ചെയ്തോളാന്ന് ലത ഏറ്റിട്ടുണ്ട്. മാനേജ് ചെയ്തോളാന്ന് ലത ഏറ്റ നിലയ്ക്ക് എന്റെ വിശ്വനാഥനോട് പറഞ്ഞ് എനിക്ക് ആ ജോലി ഒന്ന് ശരിയാക്കി തരണം. ഞാൻ പറഞ്ഞു നോക്കാം. ഓ, കുടിക്കാൻ കുറച്ച് ജീരവെള്ളം കിട്ടിയ തരക്കേടില്ല. കടുക്ക വെള്ളമാണ് കുറച്ചും കൂടി നല്ലതാ. എന്തുവാ ഇന്ദു, മോളെ എഴുന്നേൽക്ക്, കഥക് തുറക്ക്. മോളെ ഇന്ദു, എഴുന്നേൽക്ക് മോളെ. ഇന്ദു. അയ്യോ, വിശ്വട്ടാ, വിശ്വട്ടാ, ഒന്ന് എഴുന്നേൽക്ക്. മുത്തശ്ശി വിളിക്കുന്നു. മുത്തശ്ശി. ഇന്ദു, കഥക് തുറക്ക് മോളെ. ഇന്ദു, എന്ത് തുറക്കാം മോളെ?
ഇന്ദു എന്തിനാ ഉറക്കം മോളെ? പഴയ വീട് അമ്മാവ പൊളിഞ്ഞു വീഴും. ഞാൻ എന്റെ മുഴുവൻ ശക്തി കൊടുക്കണില്ല കുട്ടിയെ. കുട്ടി പൊക്കോളൂ. ആഞ്ജനേയ, കുട്ടി പൊക്കോളൂ. ഉണ്ണി ഉണ്ണി പോക്കരത്തരം കാണിക്കുന്നു. ഉണർത്താൻ വേണ്ടി കുത്തിയതാ. നിന്റെ വീട്ടിൽ ആണുങ്ങൾ ഉണർത്തുന്ന കമ്പിട്ട് കുത്തിയാ? പുറത്തു വാ. വാ. നന്നായിട്ടുണ്ട് അമ്മാവ. അമ്മാവിന് ചാടി ഈ മച്ചിൽ തൊടാൻ പറ്റുമോ? മൂന്നാമത്തെ വയസ്സില് കച്ചകെട്ടി കളരിയിൽ ഇറങ്ങിയവരാണ് ഗുരുക്കൾ അമ്മാവൻ. മാമൻ ഈ മറ്റൊരു പ്രശ്നമല്ല. എന്താ മുത്തശ്ശി? ആ മോനെ ഇവിടുന്ന്. ഞാൻ എന്നും രാവിലെ 10 മൈൽ ഓടാൻ പോവും. അത് ശരി. മുത്തച്ഛനായ കാലത്ത് കൊറേ ഓടിയതാ. ഇവളെന്താ എണീക്കത്തെ? അല്ല, ഇവളെ എഴുന്നേറ്റില്ലേ? എന്തോ തുറന്നോളൂ, കുഴപ്പമില്ല. കൊഴപ്പില്ല. അല്ല, ഞാൻ ഓടിയിട്ട് മടങ്ങി എത്തുന്നവരെ ഇവക്ക് വെപ്രാളാ. ആ. തുറന്നോളൂ ധൈര്യമായിട്ട്. എന്റെ മോളെ എണീക്കത്ര താമസിച്ചേ? തീരെ വയ്യ മുത്തശ്ശി, ഭയങ്കര തലവേദന. സുഖല്ലേ? തലവേദനയാ? നമുക്ക് അകത്ത് പോയി നല്ല പെയിൻ ബാമിട്ട് തടവാം. വാ. അവിടെ ഇരിപ്പുണ്ട്. മോനെ എടുത്തിട്ട് വാ, ഞാൻ തടവി കൊടുക്കാം. എന്നാ എങ്ങനെയുണ്ടെന്ന് ഞാനും അറിഞ്ഞിട്ട് പോകാം. അയ്യോ, സ്ലിപ്പായി. എന്താ ഇത്? കാലിങ്ങനെ. തിരിക്കല്ലേ. ഇത് ഗുരുക്കളുടെ ശീർഷാസനാവില്ല, ശവാസനാവും. തിരിക്കല്ലേ. കുട്ടി വിടൂ, കുട്ടി. എന്താ ഇവിടെ ചില പിശാചികൾ കിടന്ന് കളിക്കുന്നുണ്ടല്ലോ. ഒരു സുദർശന ഹോമം വേണ്ടി വരും. ഇനി ഏതായാലും ഒറ്റയ്ക്ക് ഞാൻ ഈ ഉമ്മറത്തേക്കില്ല. നീ ഒന്നും പറയണ്ട, എനിക്കാകെ പേടിയൊന്നു. ഞാൻ എന്തെങ്കിലുമൊക്കെ അബദ്ധം വിളിച്ച് പറഞ്ഞു പോവും. മുത്തശ്ശി പോകുന്നത് വരെ നീ എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. നിനക്കറിയില്ലേ, ഇപ്പൊ പ്രൊബേഷണറി പീരീഡാ. കൂടുതൽ ലീവ് എടുക്കാൻ പാടില്ലെന്ന് ചെയർമാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയെങ്കിലും നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ എന്താ സിസ്റ്റർ പ്രശ്നം? ഒന്നുമില്ല. ലതയുടെ ലീവിന്റെ കാര്യമാണോ? അതറിയാമെങ്കിൽ പിന്നെന്തിനാ ചോദിച്ചത്? ഇപ്പൊ എന്താ വേണ്ടേ? കുറച്ച് ദിവസത്തെ അവധി വേണം, അത്രയല്ലേ ഉള്ളൂ. ചെയർമാനും ഞാനുമായിട്ട് വലിയ അടുപ്പത്തില്ല. ലീവ് സാങ്ഷൻ ആയിക്കൊണ്ട് വരുന്ന കാര്യം ഞാൻ ഏറ്റു. അയ്യടാ, ഇയാള് പോയ ലീവിന് പകരം എനിക്ക് സസ്പെൻഷൻ ആവും കിട്ടാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അത് വിധിയാണെന്ന് കരുതി സമാധാനിച്ചാൽ മതി, അല്ലേ സിസ്റ്റർ? സിസ്റ്റർ ഇവരെ ഇന്ന് ഓഫീസിലേക്ക് വിടണ്ട. ലീവ് പാസ്സായിക്കൊണ്ടേ ഞാൻ വരൂ. എന്താ കാര്യം? സർ, തുറന്നു പറയാൻ മടിയും നാണവും ചമ്മലും ഉണ്ട്. ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയണോ? പിന്നെ വൈഫിന് കുറച്ചു ദിവസത്തെ ലീവ് വേണമായിരുന്നു. ഇത് പറയാനാണോ ഇത്ര നാണം? അതെ, ഞാനൊരു അച്ഛനാവാൻ പോകുന്നു. ഓഹോ, അപ്പോൾ ക്രിസ്ത്യാനിയാണല്ലേ? ആ അച്ഛനല്ല, ഞാനൊരു കുട്ടിയുടെ അച്ഛനാവാൻ പോവുകയാണ്. ലത 3 മാസം പ്രഗ്നന്റ് ആണ്. അതിന് ഇപ്പോഴേ ലീവ് എന്തിനാ? വേണം സർ. ആറ്റ് നോറ്റിരുന്ന് വന്നത് പ്രഗ്നൻസിയും ടൈഫോയിഡും കൂടി ഒരുമിച്ചാണ്. പാവം ലത പണ്ടേ ദുർബല, കൂടെ ഗർഭിണിന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു ദിവസത്തേക്ക് ഒരു വിരൽ പോലും അനക്കരുതെന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. മിനിമം ഒരു 10 ദിവസത്തെങ്കിലും ബെഡ് റെസ്റ്റ് വേണ്ടി വരും. ആട്ടെ, ലീവ് ആപ്ലിക്കേഷൻ കൊണ്ടുവരുന്നുണ്ടോ? ഉണ്ട് സർ. ഇത് മാനേജരെ കൊടുത്തേക്കും, ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. താങ്ക് യു സർ. അയ്യോ, താനിവിടെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഫ്ലാറ്റ് പണിയുടെ തിരക്കിലായിരിക്കുമെന്ന്. ദയവ് ഇത് ബഹളം ഉണ്ടാക്കരുത്. നാട്ടിൽ നിന്റെ ഭാര്യയുടെ ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട്. ഉണ്ടോ? അയ്യോ, നന്നായി. അവരോട് അറിഞ്ഞോട്ടെ തന്റെ തനിക്കോണം. അവരച്ഛൻ, ഞാൻ പറയുന്നു കേക്ക്. ഏതായാലും ഇത്രയൊക്കെ ആയില്ലേ, ഒരു 3 ദിവസത്തെ അവധി കൂടി ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ഇനി ഒരു ദിവസത്തെ അവധി പോലും തരുന്ന പ്രശ്നമില്ല. പണവുമായിട്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. അയ്യോ, ഇതെങ്ങാനും മുത്തശ്ശി. എടാ കൊച്ചനെ, അവനവന്റെ കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവൂ. ഇതിപ്പോ പണവും പലിശയുമായിട്ട് എത്ര എന്നാ നിന്റെ വിചാരം? നിന്റെ ആയുസിന് തന്നു തീർക്കാൻ ഒക്കുവോ? ഒരു കാര്യം ചെയ്യ്, ആ വസ്തു ഇങ്ങനെ എഴുതി തന്നേരെ.
നഷ്ടമല്ലയോടാ ജോണിച്ച? പിന്നെ ആ എങ്ങനെങ്കിലും തൊലഞ്ഞു പോട്ടെ, കൊടുത്ത കാശെങ്കിലും മുതലാവൂല്ലോ. അയ്യോ ആ സ്ഥലം ഞാൻ 3 ദിവസത്തെ അവധിയല്ലേ ഇവൻ ചോദിക്കുന്നുള്ളൂ. അതിനകം ആ പണം ഇവൻ തന്നു തീർത്തോളും. ആഹാ, തന്നില്ലെങ്കിലോ? ആ സ്ഥലം മുതലാളി എടുത്തോ. അപ്പൊ താൻ എന്തോ പറയുന്നു? ആ, കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ലേശം നിറവ്യത്യാസം. ഉണ്ടാക്കിയത് ശരിയായില്ലേ? ആ ഒന്ന് പരീക്ഷിച്ചു നോക്കാം. ആടലോടകം ഈ പ്രദേശത്ത് കിട്ടാൻ ലേശം ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ കടുത്തൊരു പ്രയോഗം നടത്തി. കുടിക്കാമോ? പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞ വേറെ വല്ലതും കരുതുവോ? വേറെ എന്ത് കരുതാൻ? കാര്യം പറഞ്ഞൊന്ന് കരുതും. ഏയ്, അല്ല, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഇദ്ദേഹം അത് തെറ്റായിട്ട് ധരിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടേ. തനിക്ക് അത്രയ്ക്ക് നിർബന്ധാണെങ്കിൽ ശരിയായി തന്നെ ധരിക്കാൻ പറ്റുന്ന കാര്യം പറയടോ. ഛേ, 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 ഛേ. എന്തായത് ഇങ്ങനെ എല്ലാറ്റിനും തറുതല പറയണത്? ഞാൻ വിചാരിച്ചു ഈ തല നിറച്ചും ബുദ്ധിയാണെന്ന്. ഏ? അല്ല, ഇപ്പോഴാ മനസ്സിലായത് ഈ തല നിറച്ചും അതിബുദ്ധിയാണെന്ന്. അതേ, ആ. വേറൊന്നും തോന്നരുത്. നമ്മുടെ വിശ്വനാഥന്റെ കൂട്ടുകാരൻ ആളത്ര ശരിയല്ല. എന്താ ശരിയല്ലെന്ന് തോന്നാൻ കാരണം? സ്ത്രീകളെ കാണുമ്പോ ചില അടവുകളും മുറകളും പയറ്റുകളും. തെളിച്ചു പറയടോ. അവൻ നമ്മുടെ കുട്ടികളെ നോക്കി കണ്ണുകൾ കൊണ്ട് ചില കോപ്രായങ്ങൾ കാട്ടുന്നില്ലേ എന്നൊരു സംശയം. നമ്മുടെ കുട്ടികൾ അങ്ങോട്ടും കണ്ണുകൊണ്ട് വല്ല കോപ്രായത്തരം കാണിക്കുന്നുണ്ടോ? ഏയ്, അതില്ല. എന്നാലും അവനൊരു ലമ്പട ലക്ഷണ. തനിക്ക് അങ്ങനെ തോന്നിയ സ്ഥിതിക്ക് തന്റെ ഒരു കണ്ണ് ആ ലെമ്പടന്റെ മുകളിലിരിക്കുന്നത് നല്ലതാ. ഒന്നല്ല, 2 കണ്ണും വെച്ചോളാം. വേണമെന്ന് വെച്ചാ ലേശം എണ്ണയും കണ്ണിലൊഴിച്ച് ഞാൻ കാത്തിരുന്നോളാം. എന്തിനാ ഗുരുക്കളായ എണ്ണ കളയനെ? ഇതുവരെ പറഞ്ഞൊന്നും മനസ്സിലായില്ലേ? അറിയാത്ത തള്ള ചൊറിയുമ്പോഴറിയും എന്താ? എനിക്ക് ചൊറിച്ചിലാണെന്ന്. അത് തനിക്ക് പണ്ടേ ഉള്ളതല്ലേ. വൈദ്യരാണെന്ന് പറഞ്ഞ് നടക്കണം. ചൊറിച്ചിലിന് ഒരു കഷായം ഉണ്ടാക്കി കുടിക്കാത്ത വൈദ്യര്. ഛേ,